അതെന്നാലേ ചിഹ്നം മറക്കണ്ട. പാനോടൊക്കെ ഉണ്ട് പറഞ്ഞാളിയുണ്ട്. ഞാൻ ഏതായാലും വൈകുന്നേരം ആ വീക്കൊക്കെ ഒന്നാണ്ട് വരണുണ്ട്. അത് വൈകുന്നേരം അവിടെ ഉണ്ടാവുമോ? അവിടെ ബാക്കിയുള്ള പേരയിലും കൂടി ഒന്ന് കയറി ഇറങ്ങാണ്ടേനി. ഇജും കൂടി ഉണ്ടായ ഒന്ന് ഉസാറായി. ഏതാണ് ഈ ചെങ്ങായി? ഇഞ്ഞും മത്സരിച്ച് തന്നെ ഉസുറുമുള്ളിൻ്റെ ചെങ്ങായി. എനിക്ക് ഞാനും ഇപ്പം അതന്നെ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ വാർഡ് മെമ്പർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണ്ടില്ലേ? റോഡ് നന്നാക്കണ്, സ്ട്രീറ്റ് ലൈറ്റ് വെക്കണ്, അതേമാതിരി കുടിവെള്ള പദ്ധതി ഉണ്ടാക്കണ്, അംഗൻവാടി നന്നാക്കണ്. ഈ 5 കൊല്ലം കൊണ്ട് എത്ര ഒലക്ക ഈ വാർഡിൽ ഉണ്ടാക്കിയത്? ഇതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവില്ല. വേറെയുള്ള വാർഡിലെ പ്രവർത്തനം എല്ലാവരും അറിയും. നമ്മൾ ചെയ്യണ ഒരു പ്രവർത്തനം ആരും പറയില്ല, അറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അറിയാനും പറയാനും മാത്രം ഈ വാർഡിൽ എന്താണ് ഈ ചെയ്തത്? എനിക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വാർഡിൽ മുളകും തെയ്യ് കൊടുത്ത്, ഉണ്ടമുളക് കൊടുത്ത്, കവുങ്ങും തെയ്യ് കൊടുത്ത്, വെണ്ടക്ക തെയ്യ് കൊടുത്ത്, മൂച്ചിത്തെയ്യ് കൊടുത്ത്, പിന്നെ തക്കാളി തെയ്യ്. അത് എമ്മാതിരി തക്കാളി ഇടാനുള്ള ചട്ടി, തക്കാളി ഇടാനുള്ള മണ്ണ്, തക്കാളി ഇടാനുള്ള വളം, ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ഈ വാർഡിക്ക് തന്നത്. എല്ലാ ചങ്ങായേ, സത്യത്തിൽ എവിടുത്തെ മെമ്പറാ? പഞ്ചായത്ത് മെമ്പറാണോ അതോ കൃഷിഭവനത്തെ മെമ്പറോ? എനിക്ക് ഈ തക്കാളി കൊടുത്തതല്ലാത്ത വേറെ എന്തെങ്കിലും പറയണ്ട. തക്കാളിക്കൊക്കെ ഞങ്ങൾക്ക് പുല്ല് വില. ഒരു ദിവസം പെരി തക്കാളി ഇല്ലാതായി വെക്കണം. അപ്പം കാണാം പെരിയിലെ കച്ചറ. ഇതാ ഞാൻ പറഞ്ഞു, മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന്. ഓക്കെ, ഞാൻ തക്കാളി പറഞ്ഞോ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടാ. ഓനാ തെറ്റിപ്പോണ്. അതൊക്കെ ഇപ്പം എവിടെ അറ്റം പോകുന്നുള്ളത് ഞമ്മക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെ കുറേ തക്കാളി മെമ്പർമാരുണ്ട് നമ്മളെ നാട്ടിൽ. ഓലൊക്കെ ജയിപ്പിക്കണ പോലെ ഉണ്ടല്ലോ, ചീഞ്ഞ തക്കാളി കൊണ്ട് എറിയണം ശരിക്കും. ഹലോ, ഇല്ല പോലെ ഞാൻ ഇപ്പം തന്നെ അവിടെ വരാം. നമുക്ക് ഇപ്പോൾ പോകണം. പിന്നെ ആക്കണ്ട.